വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കാതിരിക്കണമെങ്കിൽ നാം സ്വന്തം തെറ്റുകൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞവർ ആരെല്ലാം തങ്ങളെ കുറ്റം വിധിച്ചാലും ഒരക്ഷരം ഉരിയാടില്ല. ദൈവമേ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുകയുള്ളൂ. അന്ന് പാപിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ജനക്കൂട്ടം ആക്രോശിച്ചപ്പോൾ അവൾ സ്വയം നീതീകരിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ യേശുവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിന്നു. അതെ, അതാണ് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ലക്ഷണം. അതുകൊണ്ടാണ് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനു കരുണ ലഭിക്കും എന്ന് വേദപുസ്തകം പറയുന്നത്. ആകയാൽ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്കാരെയും കുറ്റം വിധിക്കാതിരിക്കാം. കാരണം നമുക്ക് പാപമില്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ.